പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. റോയൽ കേരള ഹോളിഡേയ്സ്, കൊച്ചിൻ ആൻഡ് പുനലൂർ. നമസ്കാരം. നാടകം അരങ്ങിൻ്റെ ജ്വലനമാണ്. അനീതിക്കും അധർമ്മത്തിനുമെതിരെ പ്രതികരിക്കുവാൻ, പ്രേക്ഷകനുമായി നേരിട്ട് സംവദിക്കുവാനുള്ള ജൈവ കല. ലോകമുള്ളിടത്തോളം നാടകമുണ്ട്. ലോക മലയാള നാടക പ്രേമികൾ ഹൃദയപൂർവ്വം സ്വീകരിച്ച ഒരു പേരുണ്ട്, പ്രദീപ് റോയ്. സാർ, ഹാട്രിക് നേട്ടം, സംസ്ഥാന സർക്കാരിൻ്റെ 3 അവാർഡുകൾ സംവിധായകനുള്ള അടുപ്പിച്ച്, മൊത്തം 4 അവാർഡുകൾ. അതും അതായത് ഒരെണ്ണത്തിന് 1 ലൈറ്റിനാണ് ഒരു അവാർഡ്, ലൈറ്റിന് കിട്ടിയത്. അപ്പം ഒരു മറ്റ് പലർക്കും അവകാശപ്പെടാൻ കഴിയാത്തൊരു അഭിമാന നേട്ടമാണ് നമുക്ക് പിറകിൽ അതിങ്ങനെ ഇരിപ്പുണ്ട്. അത് ഈ ഒരു അവാർഡിന് ശേഷം മറ്റൊരു അവാർഡിലേക്കുള്ള ദൂരത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അങ്ങനെ അവാർഡിന് വേണ്ടി ഒന്നും ചെയ്യാറില്ല. ഒരു നാടകം നമ്മൾ വർക്ക് ചെയ്ത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്കൊരു ചിലപ്പോൾ സ്ട്രൈക്ക് ഉണ്ടാവും, ഇത് ചിലപ്പോൾ ക്ലിക്കാവും. അപ്പോൾ പിന്നെ ആ രീതിയിൽ അതിനങ്ങ് നോക്കുകയുള്ളൂ. അങ്ങനെയാണ്. കൊമേഴ്സ്യലാണെങ്കിൽ നമ്മൾ ആ രീതി തന്നെ പക്ക കൊമേഴ്സ്യലായിട്ട് അങ്ങ് പോകും. കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ടെക്നിക്ക് ചെയ്തിട്ടുള്ള കോമഡി ചെയ്തിട്ടുള്ള ഞാനാണെന്ന് പറയുന്നത് നാടകത്തിൽ. തീർച്ചയായും ലൈറ്റിലുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്തിട്ടുള്ള, സെറ്റിലുള്ള പരീക്ഷണങ്ങൾ. ഈ സലീം കുമാറിൻ്റെ നാടകത്തിൽ അണ്ടർ വാട്ടർ, കടലിൻ്റെ അടി, വെള്ളത്തിൽ വലിയ സ്രാവ് വരുന്നത്, അതൊക്കെ ഒരാളെ വെള്ളത്തിലേക്ക് ചാടിയിട്ട് വരുമ്പോഴൊക്കെ അയാളെ സ്രാവ് വിഴുങ്ങുന്നത്, സ്രാവ് തിരിച്ചു പോകുന്നത് കാണിച്ചു. അത്ഭുതങ്ങളായിരുന്നു അതൊക്കെ. അതുപോലെ എല്ലാ നാടകത്തിലും ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നാടകത്തിൻ്റെ വർക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഓവർ ലൈറ്റ് ഇട്ടിട്ട് നാട്ടുശീലം കാണിക്കാതിരിക്കില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഇപ്പം ന്യൂജൻ ട്രെൻഡ് എന്ന് പറയുമ്പോൾ സിനിമയിലും വന്നു, അഭിനയമല്ല, ജസ്റ്റ് ബിഹേവിങ്. അതെ, ഇതും ഞാൻ തന്നെയാണ്. അത് ഞാൻ വന്ന പിള്ളേരാണ് ഇപ്പോഴും സ്റ്റേറ്റ് അവാർഡ് മേടിച്ച 2 പേരും നാടകത്തിൽ എൻ്റെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ ഞാൻ ആ രീതിയിൽ വർക്കൗട്ട് ചെയ്തെടുത്താണ്. സലീംകുമാറിൻ്റെ കസിൻ, ചേച്ചിയുടെ മോൻ ബിജു 2 പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് മേടിച്ചു. ഇതൊക്കെ ഈ നാടകത്തിൽ, എൻ്റെ നാടകത്തിൽ ലൂടെ എങ്ങനെ വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ശിക്ഷണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മാക്ബത്ത് കളിച്ച സോബി ജൂബിലിയിൽ നമ്മുടെ മാക്ബത്തായിട്ട് അതൊക്കെ എൻ്റെ ഇതിഹാസത്തിൽ അതെ ഒക്കെ കളിച്ച്. അപ്പം അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട്. സാർ, ഈ ഒരു സംവിധായകൻ എന്ന നിലയിൽ അതൊരു വല്ലാത്ത ഒരു മേഖലയാണ്. സാർ, ഒരു നടനായി വേദിയിൽ നിൽക്കുമ്പോൾ ഒരു സംശയമാണ്, എൻ്റെ ചെറിയ സംശയമാണ്. ഒരു കഥാപാത്രത്തെ, നമ്മുടെ ഒരു വ്യക്തിയെ കഥാപാത്രം ഇങ്ങനെ വിഴുങ്ങി, അതല്ലെങ്കിൽ പരകായ പ്രവേശം, അങ്ങനെയൊന്നും ഉണ്ടാവാറുണ്ടോ? അത് നടന്മാരുടെ കപ്പാസിറ്റി പോലെ ഇരിക്കും. നമുക്ക് പറഞ്ഞു കൊടുക്കുക, അത് ഇന്ന പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ ആളുടെ പോലെ. ചിലപ്പോൾ പരമാവധി ചിലപ്പോൾ സിനിമയിൽ ആരെങ്കിലും ആയിരിക്കും നമ്മൾ പറയുക, മറ്റേതിൽ ഇത് കാണിച്ച പോലെ അത് മനസ്സിൽ വെച്ചോ എന്നിട്ട് ചെയ്തോ എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. പിന്നെ ചിലതൊന്നും ഞാൻ പഠിപ്പിക്കില്ല. ഇത് ഡയലോഗ് ഇങ്ങനെ പറയണമെന്ന് ഞാൻ പഠിപ്പിക്കില്ല. അവരുടെ രീതിയിൽ, നിങ്ങളുടെ രീതിയിൽ പറയാം. കാരണം ഞാൻ അങ്ങനെയായിരുന്നു. ഞാനൊരു നാളെ ഞാൻ പറഞ്ഞു, 4-5 സംവിധാനം അഭിനയിച്ചുള്ളൂ. അപ്പോൾ ഒരു വലിയ സംവിധായകൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ പുള്ളി ഈ ഡയലോഗ് പുള്ളി പറയുന്ന പോലെ തന്നെ എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഞാൻ പുള്ളിയുടെ അസിസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അഭിനയിച്ചപ്പോഴും പുള്ളി ഇത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ പറയുന്നു. ഞാൻ സോറി എന്ന് പറഞ്ഞ് ഞാൻ ചവിട്ടി ചെന്നിട്ട് പറഞ്ഞു. കാരണം നമ്മൾ സ്റ്റൈലിൽ നിന്നിട്ട് പറയാൻ പാടില്ല. ഞാൻ എൻ്റെ സ്റ്റൈലിൽ പറയാം, കുഴപ്പമാണെങ്കിൽ ഞാൻ മാറ്റാൻ പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സ്റ്റൈലിൽ പറഞ്ഞു, അംഗീകരിച്ചു. ഇത്തിരി സെൻറ്റിയൊക്കെ വന്നിട്ട് ലോങ് ഡയലോഗ്, 1.5 പേജ് ഡയലോഗ്. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് സെൻറ്റ് വരണം. ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ നോക്കിയിരുന്നു. ഇത് തന്നെയാണ് എൻ്റെ രീതി. ഞാനിപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ ഒരിക്കലും അങ്ങനെ ഇന്നത് പോലെ തന്നെ പറയണം. മിമിക്രി പഠിപ്പിക്കില്ല. മിമിക്രി എന്തിനാ? അവൻ്റെ രീതിയിൽ അവൻ്റെ എല്ലാവർക്കും ഓരോ സ്റ്റൈലില്ലേ ഉണ്ട്. എനിക്കും ഉണ്ട്. ഇപ്പോൾ ബിജുവിൻ്റെ സ്റ്റൈലുണ്ട്, എനിക്ക് എൻ്റെ ഒരു സ്റ്റൈൽ. തീർച്ചയായും. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ വേറൊരാളാവാൻ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ കഥാപാത്രങ്ങളെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ പരിപൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തൊരു സംവിധാനം കൂടിയാണ് ആണ് സാർ. അത് മാത്രമല്ല, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു നാടകത്തിൽ, ഇപ്പോൾ സലീം കുമാറിൻ്റെ ഒരു നാടകത്തിൽ
ഒരു ആർട്ടിസ്റ്റും കളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആർട്ടിസ്റ്റിന് പെട്ടെന്ന് അവൻ അടുത്ത സീനിൽ കിളവനായിട്ട് വരണം, നമ്പൂരിയായിട്ട് വരണം. അതെ അതെ അതെ. ഒരു മേക്കപ്പ് ചേഞ്ച് ഇല്ലാതെ ഞാൻ അവനെ സ്റ്റേജിൽ കൊണ്ടുവന്നു. ആ ഒരു വിഗ് മാത്രം വെച്ച് മുണ്ട് ഉടിപ്പിച്ചു കൊണ്ടുവന്നു. പക്ഷെ നാട്യത്തിൽ വ്യത്യാസം വരുത്തി. നാട്യത്തിൽ എന്താ വേറെ ആ ഇങ്ങനൊരു സാധനം ചെയ്യിപ്പിച്ചിട്ട് സ്റ്റേജിൽ മൈന്യൂട്ട് ആക്ടിങ്ങിൽ പെട്ടത്. അത് അങ്ങനെ സ്റ്റേജിൽ കൊണ്ടുവന്നു. അത് ദിലീപും ഈ പറഞ്ഞ ഇവരൊക്കെ നാടകം കാണാൻ വന്നിരുന്നു, ലാൽ ജോസൊക്കെ. ഓ സിനിമ. ദിലീപ് പറഞ്ഞു ചേട്ടാ അത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, അതെ അല്ലേ, ഒരു മേക്കപ്പ് എന്ന് പറഞ്ഞു. കാരണം ഇതുപോലുള്ള ചില പരീക്ഷണങ്ങൾ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇപ്പൊ അതല്ലല്ലോ, ഇപ്പൊ ഒരു വേഷം മാറണമെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ മേക്കപ്പ് മാറ്റി സ്ഥിരം മങ്കി ക്യാപ്പാണ്. മങ്കി ക്യാപ്പ് പരമ ബോറാണ് സത്യം. എന്തിനാ അത്തരം കഥാപാത്രങ്ങൾ എഴുതാതിരിക്കാനല്ലോ. അതെ, അപ്പൊ തന്നെ നാടകം ഒന്ന് വൃത്തിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ. ഇപ്പോഴത്തെ പല നാടകങ്ങളും കാണുമ്പോൾ 4 വേഷം 5 വേഷമൊക്കെ ചെയ്യുന്നു ഓരോരുത്തരെ. അത് ചില സ്ത്രീകളൊക്കെ വരുമ്പോഴാണ് ഒരു ചേഞ്ചും ഉണ്ടാവില്ല, ഒരു ഡ്രസ് ചേഞ്ച് മാത്രമേ ഉണ്ടാവും. സാർ ഈ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ സാർ ഈ 16 വയസ്സുള്ള കഥാപാത്രത്തെയൊക്കെ 60 വയസ്സുള്ളവർ ചെയ്യേണ്ട അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് സാർ ഈ പുതിയ തലമുറ ഒട്ടും തന്നെ ഇങ്ങോട്ട് വരാത്തത്? ഇത് എവിടെ പോയി നിൽക്കും? ഇതിനൊരു ഇതില്ലല്ലോ. ഇപ്പോൾ ഒരു സീരിയൽ അഭിനയിക്കുന്ന സീരിയൽ നടിയുന്നോ സിനിമ നടി എന്ന് പറയുന്ന ആ ഒരു ഗ്ലാമർ സ്റ്റാർ വാല്യൂ ഇല്ല. പക്ഷെ എന്നാലും കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല പിള്ളേർ വന്നിട്ടുണ്ട്. ചുരുക്കം ഒരു 3-4 പേരെ എനിക്കറിയാം കൃത്യമായിട്ട്, ചെറിയ പിള്ളേർ. ഇപ്പം ഞാൻ കണ്ട 2 നാടകത്തിൽ പുതിയ പിള്ളേരാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതൊക്കെ വളരെ ചുരുക്കമാണോ ഈ വർഷമേ ഉള്ളവർ. അത് ഉണ്ടാവുള്ളൂ, അറിയാലോ സാർ. ഈ വർഷം ഉള്ളത് എന്ന് ഞാൻ പറയാൻ കാരണം വേദിയിൽ ആദ്യമായി കാണുന്ന ആർട്ടിസ്റ്റുകൾ, ഗാനമേളയുടെ കാര്യമാണ് പറയുന്നത്, വിമർശിക്കുന്നതല്ല. ഞാനും ഒരു ഗാനമേള സംഘത്തിൻ്റെ ഭാഗമാണ്. അവർ ആദ്യമായാണ് കാണുന്നത് അന്നത്തെ വൈകുന്നേരം ഉത്സവവേദിയിൽ. അങ്ങനെ കാണുന്നവർക്ക് പോലും 1 ലക്ഷം രൂപ ഒരു സ്റ്റേജിന് മിനിമം ലഭ്യമാകുന്നു. സാർ 45,000 30 മുതൽ 35,000 രൂപ വരെ, പരമാവധി 40,000 രൂപ വരെയാണ് സാർ ഇപ്പോഴും നാടകത്തിൻ്റെ പ്രതിഫലം. അത്രയേ ഉള്ളൂ. എങ്ങനെ ഇതുകൊണ്ട് ജീവിക്കും, എങ്ങനെ ഒരു സമിതിക്ക് ലാഭം കിട്ടും, എങ്ങനെ ഇത് മുന്നോട്ട് പോകും? 40 ദിവസത്തെ ക്യാമ്പ്, ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടുകൾ, ഗംഭീരമായ മെസ്സേജ് കൊടുക്കുന്ന ഒരു കല, ഇതിപ്പോഴും നിൽക്കുന്നത് ഈ 35,000 രൂപയിലാണ്. എന്താണ് സാർ ഇതിന് എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും? ഇതിന് പരിഹാരം ഇത് ഞങ്ങൾ നേരത്തെ തന്നെ പറയുന്നതാണ്. ഒരു പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യണം, നിങ്ങൾക്ക് ഇത്ര രൂപ വേണം എന്ന് പറയാൻ തൻ്റെ ഉള്ള പ്രൊഡ്യൂസേഴ്സ് ഇല്ല. അത് ഒരാൾ പറഞ്ഞ വേണ്ട ഞാൻ 5 രൂപ കുറച്ച് തരാം, അതാണ് പ്രശ്നം. ഇവർ തമ്മിലൊരു കോമ്പിനേഷൻ ഇല്ല, ആ ഒരു കോമ്പിനേഷൻ ഇല്ല. ഇപ്പം തന്നെ മേള ഇത്രയും 50 മേള കളിക്കാൻ എന്താ കാര്യം? എന്താ പ്രൊഡ്യൂസേഴ്സ് ഞങ്ങൾ ഒരിക്കൽ തീരുമാനിച്ചാണ്, ഡയറക്ടേഴ്സും എഴുത്തുകാരും കൂടെ ഞങ്ങളൊരു സംഘടനയൊക്കെ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ തീരുമാനം എടുപ്പിച്ചു, 15 മേളയിൽ കൂടി നിങ്ങൾ കളിക്കരുത് കേരളത്തിൽ മൊത്തത്തിൽ 14 ജില്ല, അത് വേണമെങ്കിൽ 15 മാക്സിമം 20, അതിൽ കൂടുതൽ കളിക്കരുത്. കളിക്കുകയാണെങ്കിൽ കാശ് വാങ്ങിച്ചിട്ട് കളിക്കുക, നല്ല പൈസ വാങ്ങിച്ചിട്ട്. തീരുമാനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി 1/2 മണിക്കൂറിനകത്ത് നമുക്ക് ഫോൺ വന്നു, ഇതിങ്ങനെയൊക്കെ പറയട്ടെ, പക്ഷെ ഞാൻ കളിക്കട്ടാ എന്ന് പറഞ്ഞു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന അവസ്ഥയാണ് നാടകത്തിലുള്ളത്. ഒരു വൃത്തികെട്ട കോമ്പറ്റീഷൻ ഉണ്ട് സാറ്. ഈ സാറ് മനസ്സിലാക്കിയിട്ടുണ്ടാവും, വളരെ അപകടകരമായ ഒരു പുതിയ സംവിധാനം കൂടിയുണ്ട്. ഉത്സവ സ്ഥലങ്ങളിൽ നാടകമേള, അത് തന്നെ പല എത്രയോ സ്ഥലങ്ങളിൽ മേള നടക്കുന്നു. എന്തൊരു ഗതികെട്ട കാലമാണ്. ഇതിൽ ഈ നാടകക്കാർ തന്നെയല്ലേ കുറ്റം പറയേണ്ടത്? പിന്നെന്താ, ഇത് കൊടുക്കുന്ന നിർമ്മാതാവിനല്ലേ പറയേണ്ടത്? സാർ, വേദി കളിച്ച് നാടകം കളിച്ച് വീർത്തിറങ്ങുമ്പോൾ 250 രൂപ പോലും നടന് കിട്ടില്ല ഈ മേളയിൽ നിന്ന്. ചില സമിതികൾ പൈസ കൊടുക്കുന്നുണ്ട്, മാക്സിമം 1000 രൂപ കൊടുക്കുന്നുണ്ട്. 2000 രൂപ, 2500 രൂപ, 3000 രൂപ ശമ്പളം, 1000 രൂപ. ഞാൻ നടന്മാരെക്കാളും എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു നാടകത്തിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ആളുകൾ, ലൈറ്റും മ്യൂസിക്കും ഒക്കെ ചെയ്യുന്ന ആളുകൾ, അവർ എപ്പോൾ തുടങ്ങണം പണി? ഗംഭീര പ്രയത്നമാണ്. അതൊക്കെ നാടകം കഴിഞ്ഞാലോ വീണ്ടും 2 മണിക്കൂർ പണി അവർക്ക് എങ്ങനെ ഇത് ഒരു ദിവസത്തെ വെറുതെ പോയി കഴിഞ്ഞാൽ 1500 1200 കിട്ടുമല്ലോ, വേറെ പണിക്ക് പോയാൽ. ഉച്ച വരെ അവരെ പുച്ഛവും അവർക്ക് പൈസയില്ല.
കലാകാരന്മാരെ അംഗീകരിക്കുന്നില്ല, പോട്ടെ. അത് ഒരു ശതമാനം അംഗീകരിക്കും. ആരാ അംഗീകരിക്കും? ഞാൻ ഇതൊക്കെ നാടകത്തിൻ്റെ കുഴപ്പമായിട്ട് പറയല്ല, ഇതൊക്കെ മാറേണ്ടതായി മാറണം. ഇത് മാറാനായിട്ട് ഈ ആർട്ടിസ്റ്റുകളും സംഘാടകരും തമ്മിൽ ഒരു നല്ല ധാരണ ഉണ്ടാവണം. നടക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഒരിക്കലും നടക്കില്ല. ഇത് പണ്ടൊരു കോമഡി പറയും, ഞാൻ പ്രീമിയേറ്റേഴ്സിലുണ്ടായിരുന്നു. അപ്പം അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ ഇഷ്ടംപോലെ കലാകാരന്മാരുണ്ടായിരുന്നു. നമ്മൾ പാട്ട് പാടുന്ന ബാബുവൊക്കെ അവിടെയായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചിട്ടായിരുന്നു. മാടരവി എന്ന് പറയുന്ന നടൻ അവിടെയായിരുന്നു. അങ്ങനെ കുറേ കലാകാരന്മാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോമഡി പറയും, കമ്പനി തുടങ്ങിയപ്പോൾ തീരുമാനിച്ചു, മാനേജർ പറഞ്ഞു കലാകാരന്മാരെ എടുക്കുക, ഒരിക്കലും സമിതിയിൽ ഇവിടെ സമരം ഉണ്ടാവില്ലെന്ന് കമ്പനിയിൽ. കറക്റ്റ്. അവർ സംഘടിക്കില്ല, അവരൊരുമിച്ച് നിൽക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇവർ ഒരുമിച്ച് നിൽക്കില്ല. ഇപ്പം നിൽക്കുന്ന ഒന്ന് രണ്ട് സമിതി സംഘടനകളൊക്കെ വന്നിട്ടുണ്ട്, അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവരെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റില്ല വേറൊന്നും. ഇവരെ കൊണ്ട് ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരാൾ മരിച്ചാലോ കുറേ പൈസ സംഘടിപ്പിച്ച് അതുകൊണ്ട് കൊടുക്കാൻ പറ്റും, മറ്റൊന്നും നടക്കില്ല. മറ്റൊരു കാര്യം ഇവരെ കൊണ്ട് നടക്കില്ല. അത് നടക്കണമെങ്കിൽ സംഘാടകൻ തന്നെ വിചാരിക്കണം. ഇവിടുത്തെ മറ്റാരും ഇടപെടുകയില്ല. ഇല്ല. ഇനി എത്രയൊക്കെ നമ്മൾ വാദിച്ചാലും ഈ പ്രൊഫഷണൽ നാടകങ്ങളും തിയേറ്റർ നാടകങ്ങളും രണ്ട് തലത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് സാർ ഇതിനെ നാടകക്കാരൻ നിലയിൽ എങ്ങനെ നോക്കിക്കാണും? ഞാനിത് രണ്ടും ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം ഞാൻ പഠിക്കുന്ന കാലം മുതൽ ഞാൻ എറണാകുളത്ത് നിന്നാണ് പഠിച്ചത്. എൻ്റെ വീട് ശരിക്കും തറവാട് ഇടവനക്കാടാണ്. അപ്പം അന്ന് ഈ ഗോശ്രീ പാലമൊന്നുമില്ല, അപ്പോൾ ബോട്ടിനൊക്കെ പോകണം. അപ്പോൾ പഴയ കൊച്ചി. പഴയ കൊച്ചി. അപ്പോൾ എൻ്റെ വലിയമ്മയുടെ വീട്ടിൽ നിന്നിട്ടാണ് ഞാൻ പഠിച്ചത്. എറണാകുളത്തായിരുന്നു, സെൻറ്റ് തോമസ് ജംഗ്ഷനിൽ തന്നെ. അപ്പോൾ എറണാകുളത്ത് വരുന്ന എല്ലാ നാടകങ്ങളും ഞാൻ കാണുമായിരുന്നു. അങ്ങനെയാണ് പ്രൊഫഷണൽ നാടകങ്ങൾ. പിന്നെ ചെറുതിലും കണ്ടു തുടങ്ങി. അവിടെ ചെന്നിട്ടും കാണുമായിരുന്നു. അവിടെ നാഷണൽ ഡ്രാമ ഫെസ്റ്റ് ഉണ്ടാവും, ഫൈനാൻസ് സൊസൈറ്റിയിൽ. ഇതെല്ലാം ഞാൻ കാണുമായിരുന്നു. കാവാലത്തിന് നാടകങ്ങൾ വരും, മാരേജിലും അവിടെയൊക്കെ ആയിട്ട്, ഗ്രൗണ്ടിലൊക്കെ ആയിട്ട്, അത് കാണും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് എനിക്ക് ചാർലി ചാപ്ലിനെ പോലെ നാടകം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തിയേറ്റർ അങ്ങനെ വേറെ വരണം എന്നൊക്കെ തോന്നിയതാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒത്തിരി അമേച്ചർ സംഘങ്ങളുടെ നാടകങ്ങൾ കാണാനും ജഡ്ജ് ചെയ്യാനും ഒക്കെ പോകുമായിരുന്നു. ഇപ്പോഴും സ്കൂൾ കോളേജ് നാടകങ്ങൾ ജഡ്ജ് ചെയ്യാനായിട്ട് ഞാൻ പോകാറുണ്ട്. പുതിയ എനിക്ക് ഭയങ്കര പ്രയോജനമാണ്. പിന്നെ ചെയ്യുന്ന പുതിയ പുതിയ വർക്കുകൾ നമുക്ക് കാണാം. അതിന് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അല്ലാണ്ട് ഇത് നാടകമല്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. തിരിച്ച് ഇത് പ്രൊഫഷണൽ നാടകം അല്ല എന്ന് പറഞ്ഞവർ ഞാൻ എതിർത്തിട്ടുണ്ട്. നാടകമല്ല എന്ന് പറഞ്ഞാൽ അഭിനയത്തിന് വല്ല വ്യത്യാസമുണ്ട്? ഒന്നുമില്ല. അഭിനയം അമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്ന ഇതിലായാലും അതിലായാലും ഒന്ന് തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ വിചാരം, ഇല്ലേ? പക്ഷെ സാറിനെ പോലെ അല്ല എല്ലാ നാടകക്കാരും ചിന്തിക്കുന്നത്. അതാണ് കുഴപ്പം. അതവിടെയാണ് കുഴപ്പം. അഭിനയത്തിന്റെ ഒരു വലിയ ദോഷമൊക്കെ പ്രൊഫഷണൽ നാടകത്തിലുണ്ട് സാർ. ഉണ്ടായിരുന്നു. അമ്മയെ അങ്ങനെ വിളിക്കുന്ന മിമിക്രിക്കാർ കളിയാക്കാൻ. ഞാനത് തന്നെ പറഞ്ഞത്. അങ്ങനെ പഠിപ്പിക്കുന്ന സംവിധായകരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് മാറി. ധാരാളമായി മാറി. പിന്നെ ഇന്നിപ്പോൾ അതൊക്കെ മാറി. അപ്പൊ ഇങ്ങനെ പിന്നെ ഇന്നിപ്പോൾ എല്ലാ ആളുകളും ഞാൻ പറയുന്നു ഇതുപോലെയുള്ള നാടകങ്ങൾ കണ്ടു ശീലമുള്ളവരല്ല. അല്ല, അവർക്ക് ഈ പ്രൊഫഷണൽ നാടകവും സിനിമയും മാത്രമേ ഉള്ളൂ അവരുടെ മനസ്സിൽ. ഇതുപോലുള്ള മറ്റേ വർക്കുകൾ ചെയ്ത തിയേറ്റർ വർക്കുകളുള്ള നാടകങ്ങൾ കണ്ടവർ എത്ര പേരുണ്ടാവും എനിക്ക് തോന്നില്ല. അപ്പം അതിൻ്റെ ഒരു പോരായ്മ ഉണ്ട്. സർ, പല നാടകക്കാരുടെയും ജീവിതം ദുസ്സഹമാണ്. അത് പറയുന്നതിൽ മനസ്സിന് വിഷമം വരുന്നതാണ്. വേദികളിൽ കോടിപ്രഭുവായിട്ട് അഭിനയിച്ചവർ, വേദിയെ ജ്വലിപ്പിച്ച് നിർത്തിയവർ, അവരൊക്കെ സത്യത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു കാലം നാടകം കൊണ്ട് ഇപ്പോൾ നാടകത്തിലില്ലല്ലോ, അരങ്ങൊഴിഞ്ഞു. ഒരു സംവിധാനമില്ല സാർ അവർക്ക് ജീവിക്കാൻ, മുന്നോട്ട് പോകാൻ. സ്വന്തമായൊരു വീടില്ല, അല്പം മണ്ണില്ല, ഒന്നുമില്ല. സമൂഹത്തിൽ നിന്നും ആ ഒരു സമയത്ത് കിട്ടിയിരുന്ന ചെറിയ ചെറിയ അംഗീകാരങ്ങൾ മാത്രം. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തനായി സാർ ഈ കല കൊണ്ട് മാത്രം ജീവിച്ച ഒരാളാണ്. സാറിൻ്റെ മകൻ MCAക്ക് പഠിക്കുന്നു, സുഖസൗകര്യമായിട്ട്, അതും കൊച്ചി നോർത്ത് പറവൂരിൽ സാർ നന്നായി ജീവിക്കുന്നു. അപ്പോൾ ഈ കല കൊണ്ട് തന്നെയാണോ ഇതെല്ലാം സാർ നേടിയത്? കല കൊണ്ട് തന്നെ നേടിയതാണ്. ഇവിടെ സ്ഥലം വാങ്ങിച്ചതും വീട് വെച്ചതും
ഒക്കെ അതെ. ഞാൻ ഇതുവരെ ജീവിച്ചതെല്ലാം ഈ നാടകം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കല കൊണ്ട് തന്നെ. അങ്ങനെ പറ്റും. എല്ലാവർക്കും ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കിട്ടുന്ന കാശ് നമ്മൾ സൂക്ഷിക്കാനും പഠിക്കണ്ടേ കുറച്ച്. അതുകൊണ്ട് അല്ലേ, നാടകം വേറെ പണിക്ക് പോവില്ല. അവിടെയാണ് വിഷയം. അതൊരു കാര്യം. പിന്നെ എന്താ, അത് കിട്ടുന്ന കാശ് ദൂർത്തടിച്ച് കളഞ്ഞിട്ട് അവസാനം പിന്നെ അയ്യോ എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ നിരവധി നാടകക്കാർ ഇപ്പോഴും ഉണ്ട് കേരളത്തിൽ. എനിക്കറിയാം. പേരെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമുക്കറിയാം 1,00,000 രൂപ വരെയൊക്കെ അഡ്വാൻസ് വാങ്ങിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഉണ്ട്. അവർ നേരത്തെ ഒരു 50,000 അല്ലെങ്കിൽ 25,000. അപ്പോഴും ഈ എഫക്റ്റ് ഇത് തന്നെയാണ്. അന്ന് 25,000 എന്ന് പറഞ്ഞാൽ 1,00,000 എഫക്റ്റ് തന്നെയാണ്. ഉണ്ട്. അത് അവർക്ക് വേണ്ടി ചിലവാക്കില്ല. അവരത് ആർഭാടം കാണിച്ചിട്ട് അതങ്ങ് തീർക്കും. എന്നിട്ട് 10 പൈസ കയ്യിലില്ലാണ്ട് ക്യാമ്പിൽ വരും. ഇതെല്ലാം അടിച്ചു തീർത്തിട്ട് ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇതുണ്ടാവും, ദാരിദ്ര്യം വിട്ടുമാറാത്തൊരവസ്ഥ ഉണ്ടാവും. ഞാനത് എനിക്ക് അങ്ങനെ തോന്നണം. കുറച്ച് പേരുടെ കാര്യമുണ്ട്, എല്ലാവരും അല്ല. നന്നായിട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഉണ്ട്. രാജൻ കിഴക്കണയുമായുള്ള അങ്ങയുടെ നാടകാനുഭവം നല്ല ബന്ധമായിരുന്നു. ഇതുപോലെ സ്ക്രിപ്റ്റ് അത് അദ്ദേഹം എഴുതുന്നത് തന്നെ അഭിനയിച്ചുകൊണ്ട് എഴുതുള്ളൂ എന്ന് പറയുന്നത്. അതുപോലെ പറയാൻ സുഖമുള്ള, കുറിക്കൊള്ളുന്ന ഡയലോഗ്സ്. ഞാൻ അങ്ങനെ 2 നാടകങ്ങൾ ചെയ്ത് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അസിസ്റ്റ് ചെയ്ത കർണാടകത്തിലൂടെ അസിസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ നാടകങ്ങളും അദ്ദേഹത്തിൻ്റെ നാടകങ്ങളായിരുന്നു. നല്ല കമ്പനിയായിരുന്നു. നമ്മൾ ഒരുമിച്ചൊക്കെ ഇങ്ങനെ കമ്പനി അടിച്ചിരിക്കുമായിരുന്നു കർണാടകത്തിൻ്റെ കൂടെ. ഇത് നല്ലൊരു മനുഷ്യൻ, ആരോടും ഒരു എന്താ പറയുക, ഒരു വൈരാഗ്യമോ അസൂയയോ ഒന്നുമില്ലാത്ത മനുഷ്യൻ. അങ്ങനത്തെ ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ. അങ്ങനെ ജോലി വളരെ ഇത് അടം കൊണ്ട് തന്നെ ജോലി നഷ്ടപ്പെട്ടു. എനിക്കറിയാം സംഭവം. എനിക്കറിയാം. കൃത്യസമയത്തൊരു ഗവൺമെന്റ് ജോലിയായി. കൃത്യസമയത്തൊരു ഇത് കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നെങ്കിൽ പുള്ളിക്ക് രക്ഷപ്പെട്ട് പോരാമായിരുന്നു. പക്ഷെ ആ കത്ത് മേടിക്കാൻ താമസിച്ചു, കാരണം പുള്ളി ക്യാമ്പിലായിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ മനുഷ്യൻ. അതല്ല, അദ്ദേഹത്തിൻ്റെ കോമഡി സെൻസ്, നല്ല കോമഡി ഉണ്ടാവും. അതുപോലെ തന്നെ സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നത്, സെൻറ്റി ഉണ്ടാക്കുന്നത്. നല്ല 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 സുഹൃത്താണ്, നല്ല എഴുത്തുകാരനാണ്. ഇപ്പൊ സീരിയൽ ചെയ്യുന്നു എന്ന് പറയുന്നത് സന്തോഷം. അല്ല, അങ്ങനെയൊക്കെ വിട്ടു പോകാൻ പാടില്ല. സാറിൻ്റെ സ്ഥിരമായി ഉള്ളൊരു ചോദ്യമാണെങ്കിൽ പോലും സാറിൻ്റെ മനസ്സിനെ കലാരംഗത്ത് നിന്ന് വേദന ഉണ്ടാക്കിയ ഒരു അനുഭവം, അല്ലെങ്കിൽ ഒരു 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 തിരസ്കരണം, ഒരു അവഗണന, അങ്ങനെ എന്തെങ്കിലും? ഒത്തിരിയുണ്ട്. ഒരുപാടുണ്ട്. പിന്നെ അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. വല്ലാതെ മനസ്സ് വേദനിച്ചിട്ടില്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഞാനതങ്ങനെ അധികം പ്രതികരിക്കാറില്ല. കാരണം അത് ഹൃദയത്തിന്റെ തേങ്ങലുകൾ പ്രതികരണമായി പുറത്തില്ല. ഞാൻ കൊണ്ട് ഏർപ്പെടുത്തിയ ഒരു നാടകൃത്ത് എന്നെ മാറ്റണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന അവസാനം എന്നെ മാറ്റി. സംവിധാനത്തിൽ നിന്ന് മാറ്റി മറ്റൊരാളെ പ്രതീക്ഷിക്കണം പുള്ളിക്ക്. ഞാനാണ് കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത് പല സ്ഥലത്ത്. അപ്പം ആളുടെ പേരൊന്നും പറയുന്നില്ല. വേദനിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തു. 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ അവിടെ നിന്ന് വെട്ടി. അത് കാലത്തിന്റെ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിടുകയുള്ളൂ. പിന്നെ ഞാൻ കൊണ്ടുവന്ന ചില നടന്മാർ, അവർ തന്നെ ചില സമിതി നിന്നൊക്കെ കട്ട് ചെയ്ത് കളയും. നടന്മാർ അവർ മാനേജരായി. പിന്നെ അവസാനം നമ്മളെ കട്ട് ചെയ്യും. കാരണം അവർ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ആയിക്കോട്ടെ, നമ്മൾ പരാതിയില്ല. എനിക്കൊരു പരാതിയില്ല. ഇത്തരം പരാതിയില്ലായ്മയാണ് പ്രദീപ് റോയ് എന്ന നടനെ വലിയവനാക്കിയത്. അല്ല, എനിക്ക് അങ്ങനെ, ഞാൻ നിങ്ങളൊന്ന് അന്വേഷിച്ചാലും അറിയാം, എനിക്കൊരു ലോബിയില്ല. എനിക്ക് ലോബി പിള്ളേരില്ല. ഞാൻ വിളിച്ചവരുന്ന പിള്ളേർ ഇപ്പോഴും ഉണ്ട്. വർക്ക് വന്നാൽ വരും. അല്ലാതെ ഞാൻ ഒരാൾക്ക് പാര വെച്ചിട്ടോ ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഇതുവരെ ഉണ്ടായിട്ടില്ല, ജീവിതത്തിലുണ്ടായിട്ടില്ല. ഒരു പാര എന്ന് പറയുന്ന സാധനം അത് നമ്മൾ സൂക്ഷിക്കുന്ന എൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. സാറിൻ്റെ കഴിവുകളിലുള്ള ആത്മവിശ്വാസമാണ് അതിന് പ്രധാനം. ഈ എവിടെയാണ് ഈ പാര എന്ന് വയ്ക്കുന്നത് നമുക്കൊന്നും നമ്മളാരുമല്ല എന്നുള്ള തോന്നലല്ലേ? അത് അല്ലാന്ന് തോന്നൽ എനിക്കില്ല. ഞാൻ ഇത്തിരി അഹങ്കാരി ആ കാര്യത്തിൽ. അല്ല, ഞാനൊന്നുമല്ല എന്ന് വേറെ ആൾ പറഞ്ഞാൽ അയാളാണ് എനിക്ക് സർട്ടിഫിക്കറ്റ്. അല്ല, ഒരിക്കലും അല്ല. എനിക്ക് എന്തെല്ലാം കഴിവുണ്ടെന്നും കഴിവുകേടുണ്ടെന്നും എനിക്ക് നല്ല ബോധ്യം. ജീവിതം ഞാൻ കുറച്ച് പഠിച്ചു. ജീവിതം എന്നെ കുറെ പഠിപ്പിച്ചു. പിന്നെ ഞാൻ
കുറച്ച് പഠിപ്പിച്ചു നാട്ടുകാരെ. അതെ, ഇതൊക്കെയാണ് അങ്ങനെയാണ് നമ്മുടെ ജീവിതം. അതങ്ങനെയേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ബുദ്ധിയുണ്ടല്ലോ, ഉണ്ട്. നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ വിവേകത്തിനനുസരിച്ച് ഞാൻ അങ്ങനെ പറയുള്ളൂ. നമ്മളിരിക്കുക, വരേണ്ടത് വരും, ഇല്ലാത്ത എല്ലാത്തും പോകും, പോട്ടെ, ഒരു സങ്കടപ്പെടുന്ന കാര്യം. സാറിന് നമ്മുടെ എടുത്തു പറയാൻ ഒരുപക്ഷെ വിഷമങ്ങൾ വീണ്ടും നമ്മളെ ഇങ്ങനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കും. സന്തോഷങ്ങൾ ഒരുപക്ഷെ പിന്നീട് അങ്ങോട്ട് ചിലപ്പോഴൊക്കെ ഓർക്കും. അങ്ങനെ ഓർത്തെടുക്കാൻ ജീവിതത്തിലെ ഏറ്റവും സന്തോഷ നിമിഷം ഏതാണ് കലാരംഗത്ത് നിന്നുള്ള? കലാരംഗത്ത് സന്തോഷമുള്ള കുറേ നിമിഷങ്ങളുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ തുടക്കകാലത്ത് രാജൻ പി ദേവന് ഞാനൊരു നാടകം ചെയ്തു എന്ന് പറഞ്ഞല്ലോ, സംവിധാനം. ഇവൻ ചെയ്യും എന്ന് പറഞ്ഞൊരു നാടകം ഞാൻ ചെയ്തു, കർക്കിടക നാടകം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നാടകം കളിച്ചുകൊണ്ടിരിക്കുക, ജൂബിലിയുടെ ആദിത്യമംഗല ആര്യദിശാല. ഇത് കളിക്കാനായിട്ട് തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും സംഘാടകരൊക്കെ വന്നിട്ട് പറഞ്ഞു, സാറിൻ്റെ മറ്റേ നാടകം ഗംഭീരമായിരുന്നു കേട്ടോ, ഇവിടെ കളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് നാടകം? എൻ്റെ കർക്കിടകം. ഇട്ടത്തായിക്ക് ഒരു സെക്കൻഡ് വരുന്ന ആവശ്യം, അത് ഞാനല്ലോട് ചെയ്തത്, ഇവനാ ചെയ്തത്, അദ്ദേഹം പറഞ്ഞു പബ്ലിക്കായിട്ട്. അതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ സാറിൻ്റെ മനസ്സിങ്ങനെ എന്താ? സത്യം, ആ ഒരു അങ്ങനെ പറയില്ല, പറയില്ല. ആ ഒരു ദുഷിച്ച കാലഘട്ടത്തിലായിരുന്നു. അത് തന്നെ, ഇതാണ് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡും ഏറ്റവും വലിയ പാഠം അത് തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഒരാൾ നന്നായിട്ട് ചെയ്തത്. ഇപ്പോൾ പ്രിയലാൽ എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു, എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ലാൽപ്രിയ ഞങ്ങളുടെ പ്രോഗ്രാം ഡയറക്ടറാണ്. യെസ്. പക്ഷെ അവൻ നല്ലൊരു സാധനം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറയുകയും ചെയ്തു, ഗംഭീരമായിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം പോയി ഡബ് ചെയ്തു, നല്ല ഗംഭീര വർക്കാണ്. അപ്പം അങ്ങനെ നമ്മുടെ ഇപ്പോൾ സുരേഷ് ദിവാകരൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സംവിധായകനുണ്ട്, എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ഒത്തിരി നാടകങ്ങൾ. എനിക്ക് ആകെ ഒരാളുണ്ടായിരുന്നുള്ളൂ. അവനെക്കൊണ്ട് നിർബന്ധമായിട്ട് നാടകം ചെയ്യിപ്പിക്കാൻ ഞാൻ കുറേ ശ്രമിച്ച് അവസാനം ചെയ്തു തുടങ്ങി. ഗംഭീരമായിട്ട് ഇപ്പോൾ നാടകം ചെയ്യുന്നു, ഭയങ്കര സന്തോഷമാണ്. അതിഗംഭീര നാടകങ്ങളാണ്, നല്ല സന്തോഷം. എനിക്കതിനകത്ത് യാതൊരു അസൂയയില്ല, ഒരു സ്നേഹക്കുറവുമില്ല. ഇപ്പോൾ ഇന്നലെയും കൂടെ വിളിച്ചിരുന്നു. അതെയല്ലേ? അപ്പം അങ്ങനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠമാണ്. അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വലിയ നിമിഷമായിരുന്നു. പിന്നെ നമുക്ക് സന്തോഷങ്ങൾ, നല്ല നാടകങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ചില അംഗീകാരങ്ങളും അതൊക്കെ നമുക്ക് സന്തോഷമാണ്. ഇപ്പോൾ POCയുടെ 4 അവാർഡ് കിട്ടി, 4 പ്രാവശ്യം, ചാർലി ചാപ്ലിൻ ഉൾപ്പെടെയുള്ള 4 നാടകത്തിന് അത് കിട്ടി. പിന്നെ അങ്ങനെ ഓരോരുത്തരും അവാർഡുകൾ മേടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതൊക്കെ ഇല്ലേ? അവാർഡുകൾ മേടിക്കുമ്പോൾ സന്തോഷമുണ്ട്. കിട്ടേണ്ട അവാർഡ് കിട്ടാതെ പോയൊരു സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ സാർ? ഉണ്ട്, ഗംഭീരമായിട്ട് ഉണ്ട്, പ്രതികരിച്ചിട്ടുമുണ്ട്. ആ പ്രതികരണത്തിന് വേണ്ടി 16 വർഷം എന്നെ അക്കാഡമി അവിടെ നിന്ന് മാറ്റി നിർത്തി. അത് ശരി, അത് വല്ലാത്ത ഗംഭീരമായ ആ പ്രതികരണമായിരുന്നല്ലോ. അത് പത്രസമ്മേളനം നടത്തി തിരുവനന്തപുരത്ത്, അയലുണ്ണികൃഷ്ണൻ്റെ ആയിരുന്നു പത്രസമ്മേളനം. അതായത് മഹാകാവ്യം നാടകം, തിരുവനന്തപുരം സങ്കേതം മഹാകാവ്യം നാടകം ചെയ്തിട്ട് അതിന് 4 അവാർഡ്. നല്ല സ്ക്രിപ്റ്റ്, നല്ല നാടകം, നാടകമാണ് ഞാൻ ചെയ്തതാണ്. നല്ല സംഗീതം, നല്ല രചന, നല്ല നാടകം. സംവിധാനമില്ല. അതുവരെ അപ്പം അതുവരെ ആ വർഷം വരെ ഈ നല്ല നാടകത്തിൻ്റെ സംവിധായകനും കിട്ടും, 2 അവാർഡ് കിട്ടും. മികച്ച സംവിധായകനും കിട്ടും, നല്ല നാടകത്തിൻ്റെ സംവിധായകൻ, അങ്ങനെ 2 അവാർഡ് കിട്ടിയിരുന്ന ആ വർഷം അത് കട്ട് ചെയ്തിട്ട് അന്നത്തെ ചെയർമാൻ്റെ ഒരു ശിഷ്യന് പങ്കുവെച്ച് മികച്ച സംവിധായകൻ ഇത്. എന്നാൽ നല്ല നാടകത്തിൻ്റെ സംവിധായകൻ എനിക്ക് അതും തന്നില്ല, പ്രതികരിച്ചു. അപ്പം ഞാനപ്പോൾ ഒരു പ്രശസ്തനായ ഒരു സാഹിത്യകാരനായിരുന്നു അന്നത്തെ ജൂറി ചെയർമാൻ. ഞാൻ വിളിച്ചു ചോദിച്ചു, എന്താണ്? ഞാൻ പ്രദീപ് റോയാണ്. നിങ്ങളുടെ നാടകത്തിനാണല്ലോ ഫസ്റ്റ്. നമ്മൾ അതെ. അപ്പോൾ ഈ നല്ല നാടകം ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾ പറഞ്ഞു അല്ലേ? നല്ല സ്ക്രിപ്റ്റായിരുന്നു, നല്ല സംഗീതമായിരുന്നു, എല്ലാം പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ നല്ല സംവിധായകനായിട്ട് ഞാൻ നല്ല നാടകം ഉണ്ടാക്കാനില്ല, നീ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഉത്തരവില്ലാത്ത ചോദ്യമാണ്. ഉത്തരവില്ല പുള്ളിക്ക്. അല്ല, അത് പ്രദീപിന് ഞാൻ പറഞ്ഞാൽ അറിയാമെന്നില്ല, നിങ്ങൾ ജൂറി ചെയർമാനാണ്. ഞാൻ ചോദിക്കുകയാണ്, നല്ല സംവിധായകനാകാൻ ഞാൻ എന്ത് ചെയ്യണം? നല്ല നാടകം ഉണ്ടാക്കിയാൽ പോരാന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞു, അവാർഡിലൂടെ പറഞ്ഞു ചോദിച്ചു. അങ്ങനെ എന്നെ ചോദിച്ചു. അത് പിന്നെ ചർച്ചയായി. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം വിളിച്ചു, ഞാൻ ഇത് പറഞ്ഞു.
ഇത് നടക്കുന്നത് 2001 തോന്നണം, 2001 സമയത്താണ്. മഹാകവി ഹിറ്റായിട്ട് 2 വർഷം കളിച്ച നാടകം. സംഗയന 2 വർഷം കളിച്ചൊരു നാടകം ഇത് തന്നെയാണ്. ബാക്കിയെല്ലാ നാടകം അതിൻ്റെ കൂടെ വേറെ നാടകം ഉണ്ടാവുമായിരുന്നു. അപ്പം 16 വർഷം എൻ്റെ നല്ല നാടകങ്ങളൊന്നും സെലക്ട് ചെയ്യപ്പെട്ടില്ല, തഴയപ്പെട്ടു. 16 വർഷം കലയോട് 16 വർഷത്തിന് ശേഷമാണ് എനിക്ക് ഈ അക്കാഡമി അവാർഡ് തന്നത്. നിവർത്തിയില്ല എന്നതാണ്. എന്തൊരു ശിക്ഷയാണല്ലേ. അത് ശിക്ഷയാണ്, മിണ്ടാൻ പാടില്ല അവിടെ. ഇപ്പോഴും തന്നെ മിണ്ടിയാൽ സർക്കാരിന്റെ പേരിൽ ഗുഡ് ലിസ്റ്റിൽ നിന്നും വെട്ടപ്പെടും. അത് തന്നെ. എന്തിനാണ് സാർ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഒരിക്കൽ കിട്ടുന്ന ജീവിതം. അത് ഇതിലൊക്കെ ഭയങ്കരമായിട്ടേ എനിക്ക് അവാർഡ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് 1 വർഷം അവാർഡ് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എൻ്റെ നാടകത്തിന് അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് അവാർഡ് തരാതിരിക്കുകയും ചെയ്യുമ്പോഴുള്ളൊരു വിഷമം മാത്രമേ ഉണ്ട്. ലോജിക്കില്ല സാർ, അതൊരു ലോജിക്കില്ലാത്തൊരു മനഃപൂർവ്വം ചെയ്ത ഒരു പരിപാടിയാണ്. എന്നിട്ട് ഈ അവാർഡ് കൊടുത്തവനാ അതിനുശേഷം ഒരു പ്രൊഫഷണൽ നാടകം ചെയ്തിട്ടില്ല, പിന്നെ അവനെ കണ്ടിട്ടില്ല, ഇപ്പോഴും കാണില്ല. അതെ അല്ലേ, അതാണ് ബന്ധം. അന്ന് അവാർഡ് മേടിച്ചവൻ പോയതാണ്, പിന്നെ അവനെ കണ്ടിട്ടില്ല. അത് ഒത്തിരി സിനിമാ താരങ്ങൾ എൻ്റെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് ഈ പ്രിയലാലിൻ്റെ അച്ഛനൊരു നാടക സമിതി ഉണ്ടായിരുന്നു, തൃപ്പൂണിത്തുറ സൂര്യ. അപ്പോൾ അതിനകത്ത് അന്ന് അഭിനയിച്ചത് മിക്കവാറും എല്ലാവരും സിനിമാ താരങ്ങളായിരുന്നു. എം.എസ്. തൃപ്പൂണിത്തുറ, പിന്നെ സേവർ ചക്കിയത്ത്, പിന്നെ ടി.എം. അബ്രഹാം, ഇവരൊക്കെ സിനിമയിലുള്ള ആളുകളായിരുന്നു. അപ്പോൾ അതൊന്ന് തൊട്ടപ്പുറത്ത് തന്നെ വേറെ നാടകം ചെയ്തു. അതിനകത്ത് അഭിനയിക്കുന്നത് മരിച്ചുപോയ എങ്ങനെയാണ് പല്ലില്ലാത്ത സോറി KTS അഭിനയിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ TS രമേശൻ്റെ നാടകത്തിലുണ്ടായിരുന്നു, കുറേ നാടകത്തിലുണ്ടായിരുന്നു. ഞാനീ പറഞ്ഞ മഹാകാവ്യത്തിലൊക്കെ മെയിൻ വേഷം TS രമേശായിരുന്നു. പിന്നെ മച്ചാൻ ബ്രീസ് നാടകത്തിൽ അഭിനയിച്ചു. മുഖ്യധാര നാടകമാണ്. അതെ അതെ, മച്ചാൻ ബ്രീസിൻ്റെ ആദ്യ നാടകത്തിൽ എൻ്റെ പേരിൽ ഇറങ്ങുന്ന ആദ്യത്തെ നാടകമുണ്ട്. അപ്പോൾ ആ നാടകത്തിലാണ് മച്ചാൻ ബ്രീസ് അഭിനയിച്ചത്. ലിസബാബ ആ നാടകത്തിൽ തന്നെയായിരുന്നു. അതല്ലേ, അയാൾ അദ്ദേഹത്തിന് ഒരു വിയോഗം നഷ്ടം തന്നെയാണ്. അതാണ് നഷ്ടമാണ്. പിന്നെ അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ നമ്മുടെ ചെമ്പിൽ അശോകൻ ഒക്കെ ഉണ്ടായിരുന്നു. സാർ, ഒരംഗത്തിനല്ല, ഒരു 5-6 അംഗത്തിനുള്ള ബാല്യം പ്രദീപ് റോയിലുണ്ട്. എവിടെയൊക്കെയോ ചില ചെകുത്താൻ ചിന്തകൾ അലസതയുടെ രൂപത്തിൽ സാറിനെ പിടികൂടുന്നത് കൊണ്ടാവാം അല്ലേ? സാർ, വേദി അങ്ങയെ കാത്തിരിക്കുന്നു. സാർ, മലയാള നാടക പ്രേമികൾ അങ്ങയുടെ പുതിയ സൃഷ്ടികൾക്കായി കാത്തിരിക്കുന്നു. സാർ ഇറങ്ങണം പുതിയൊരു യുദ്ധത്തിലേക്കായി. ആയുധങ്ങൾ ധാരാളം ആവനാഴിയിൽ ഇപ്പോഴും ഉണ്ട്. ആ യുദ്ധം വിജയിക്കുക തന്നെ ചെയ്യും. അത് പ്രേക്ഷകൻ്റെ ഹൃദയത്തിലേക്കുള്ള പുതിയ കാഴ്ചകളായി, വഴിത്തിരിവുകളായി മാറും. അങ്ങനെ ഉണ്ടാവില്ലേ സാർ? നല്ലൊരു കാലം വരട്ടെ. തീർച്ചയായും ഞാൻ നല്ല രീതിയിൽ ഞാൻ പ്രയോജനപ്പെടുത്തും. തീർച്ചയായിട്ടും. ഇത്രയും സ്ഥിരമായി പറയുന്നത് തന്നെയാണെങ്കിലും ഇത് നമ്മളൊരു ഇൻ്റർവ്യൂ പോലെയല്ല സാർ. എവിടെയോ ഹൃദയസ്പർശിയായ ഒരു വലിയ കലാകാരൻ്റെ ഹൃദയവികാരമുള്ള വാക്കുകളായി തോന്നി. ഇത്രയും നേരം ചാനൽ 91-നൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുവാൻ മനസ്സ് കാണിച്ച അങ്ങേക്ക് നന്ദിയും സ്നേഹവും ഹൃദയപുഷ്പങ്ങളും. താങ്ക് യു. കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഹോട്ടലുകൾ, വെഹിക്കിൾസ്, ഇന്ത്യയിലും വിദേശത്തും തെരഞ്ഞെടുക്കാനായി ഒട്ടനവധി ടൂർ പ്ലാനുകൾ, മികച്ച സേവനത്തോടൊപ്പം മിതമായ നിരക്കും ഉറപ്പു നൽകിക്കൊണ്ട് റോയൽ കേരള ഹോളിഡേയ്സ് നിങ്ങൾക്കരികിലുണ്ട്. ടൂർ പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക റോയൽ കേരള ഹോളിഡേയ്സ്, കൊച്ചിൻ ആൻഡ് പുനലൂർ. ഫോൺ നമ്പർ 9074498578.